എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 23 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് SIR അന്തിമ വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് ലിസ്റ്റിൽ നിന്നും പുറത്തായിട്ടുള്ളത്. സംസ്ഥാനത്താകെ 2,69,53,644 വോട്ടർമാരാണ് SIR ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇത് പരിശോധിക്കാൻ ഇലക്ട്രൽ സെർച്ച് ECI.gov.in എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ഇൻ ഇലക്ട്രൽ റോൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. 3 തരത്തിൽ നമുക്കിത് പരിശോധിക്കാം. സെർച്ച് ബൈ എപിക് നമ്പർ, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ മൊബൈൽ നമ്പർ. ഇപ്പോൾ മൊബൈൽ നമ്പർ അടിച്ചിട്ട് കിട്ടുന്നില്ല, അത് ശരിയാവുമായിരിക്കും. എന്തായാലും എപിക് നമ്പർ അടിച്ച് സെർച്ച് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നമ്പർ അടിക്കുക, അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ തൊട്ട് താഴെയുള്ള ക്യാപ്ചാ കോഡ് കൂടി എൻ്റർ ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് വിവരങ്ങൾ ഇതിൽ കാണുന്നതാണ്. നമ്മുടെ എപിക് നമ്പറും നെയിമും ഏജും മറ്റ് വിവരങ്ങളെല്ലാം ഇതിൽ കാണാവുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് കാണാൻ വ്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വിവരങ്ങളും ഇതുപോലെ കാണാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ കഴിയാത്ത ആളുകൾ നിങ്ങളുടെ BLOയെ വിളിക്കുക. BLOയെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ PDF ഫയൽ അയച്ചു തരും. അതിൽ ഒന്ന് സൂം ചെയ്ത് അത് ഓപ്പൺ ആക്കി സൂം ചെയ്തിട്ട് തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ BLO ഇതിനകം തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും. അപ്പൊ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ഇപ്പോഴും ഫോം 6 പ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. പ്രവാസികൾക്കും ഫോം 6A പ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിവസം വരെ പുതിയ വോട്ടർ ലിസ്റ്റിൽ വോട്ട് ചേർക്കാവുന്നതാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഫോൺ കോൾ സഹിതം ഉദ്യോഗം നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ്. 2 മാസത്തെ പെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ച്, അതായത് ക്ഷേമ പെൻഷൻ 2 മാസത്തേത് ഉണ്ടോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബുധനാഴ്ചയാണ് വിതരണം ചെയ്യുക. 2000 രൂപ 1 മാസത്തേത് മാത്രമാണുള്ളത്. 2 മാസത്തെ പെൻഷൻ വിതരണം ഉണ്ട് എന്ന് പറഞ്ഞത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കാണ്. ഇവർക്ക് 17 മാസത്തെ കുടിശ്ശികയാണുള്ളത്. അപ്പോൾ 2 മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. 1600 തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുന്നത്. അതിൽ 2 മാസത്തെ പെൻഷനാണ്. 17 മാസത്തെ കുടിശ്ശിക, അതായത് ഓരോ ഗുണഭോക്താവിനും 1600 വെച്ചാണെങ്കിൽ 27,000 രൂപ അവർക്ക് ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ ഓരോ മാസവും 1600 ഇങ്ങനെ കിട്ടുകയായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുമെന്ന്. പക്ഷേ ഇതുവരെ കുടിശ്ശിക കൊടുത്തിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഒരു കുടിശ്ശിക അധികമായിട്ട് ഇവർക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതാണ് 2 മാസത്തെ പെൻഷൻ ലഭിക്കും എന്ന് പറഞ്ഞത്. നാളെ ഇതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കും. പക്ഷേ ക്ഷേമ പെൻഷൻ പോലെ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് പെട്ടെന്ന് എത്തില്ല. ജില്ലാ തലങ്ങളിലേക്ക് അയച്ച് അവിടെ നിന്നാണ് ഗുണഭോക്താക്കൾക്ക് അയക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു താമസം ഉണ്ടാകും. ചിലപ്പോൾ നാളെ തന്നെ ഈ അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക എത്തിച്ചേർന്നേക്കാം, നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട്. ഇല്ല എങ്കിൽ മറ്റന്നാളും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 2 മാസത്തേത് ലഭിക്കുന്നതാണ്. അതേപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും. 24.46 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക. 25-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തും. 2 ദിവസത്തിനകം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന തരത്തിലാണ് പെൻഷൻ വിതരണം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത്. 1050 കോടി രൂപയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ വിതരണമാണ് ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, വിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുനർവാഹിതയല്ല അല്ലെങ്കിൽ വാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം മാർച്ച് 31 വരെയുണ്ട്. അതിനുള്ളിൽ അത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യമാണ്. ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ അതിനുവേണ്ടി അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരാണ് എങ്കിൽ BPL റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് 24-ാം തീയതി വരെ അപേക്ഷിക്കാം. BPL ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും 1000 രൂപ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാവുന്നതാണ് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. അടുത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം 10 കഴിഞ്ഞ് വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മാർച്ച് 10-നും 20-നും ഇടയിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക. അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്നതിന് വേണ്ടി നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് BPL മുൻഗണന പിങ്ക് റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 24 വരെയാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്.
ഈ 2 ദിവസമാണ് ഇനി അവശേഷിക്കുന്നത്. ജനുവരി 24 മുതൽ ഫെബ്രുവരി 19 വരെ 50,300 അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട് എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. 8ാം തവണയാണ് ഇപ്രകാരം ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നത് എന്നും ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അർഹതയുള്ളവരെല്ലാം അപേക്ഷ സമർപ്പിക്കണമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. മറ്റു മാസങ്ങളെ പോലെയല്ല ഈ മാസം 3 ദിവസം കമ്മിയായതുകൊണ്ട് തന്നെ ഉടനെ പോയിട്ട് റേഷൻ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഡിസംബറിലും ജനുവരിയിലും റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുള്ളവർ ഉണ്ട് എങ്കിൽ ഈ മാസം ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ എല്ലാവരും റേഷൻ കടയിലെത്തി റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് പുതിയ ഇൻഷുറൻസ് പദ്ധതിയുമായി തപാൽ വകുപ്പ് 2.5 ലക്ഷം രൂപ വരെ പരിരക്ഷയാണ് പദ്ധതി ഉറപ്പു നൽകുന്നത്. തപാൽ ഓഫീസുകൾ മുഖേനയും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ബിസിനസ് കറസ്പോണ്ടന്റ് വഴിയും ഇതിൽ ചേരാവുന്നതാണ്. ഒരു വ്യക്തിക്ക് 1399 രൂപ പ്രീമിയം തുക വരും. 2 പേരടങ്ങുന്ന കുടുംബത്തിന് 2499 രൂപയാണ്. ഒരു കുട്ടിയടക്കമുള്ള 3 അംഗ കുടുംബത്തിന് 2999 രൂപയും 2 കുട്ടികളും ഉള്ള 4 അംഗ കുടുംബത്തിന് 3499 രൂപയുമാണ്. കുട്ടികളുടെ പ്രായം 21 വയസ്സിന് താഴെയായിരിക്കണം. 1 വർഷത്തേക്കാണ് പോളിസി കാലാവധി. റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടിസ്ഥാന ഇൻഷുറൻസ് കവറേജായ 2.5 ലക്ഷത്തിന് പുറമെ ഒരാൾക്ക് 899 രൂപ പ്രീമിയം വരുന്ന 17.5 ലക്ഷം രൂപയുടെ സൂപ്പർ ടോപ്പപ്പ് പദ്ധതിയും പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ ലഭ്യമാണ്. 2 പദ്ധതിയിലും അംഗമാവുന്നവർക്ക് 20 ലക്ഷത്തിന്റെ കവറേജാണ് ലഭിക്കുക. മാർച്ച് 16 വരെയാണ് ഇതിൽ ചേരാൻ കഴിയുക. കൂടുതൽ വിവരങ്ങൾക്ക് 0495 23 80 690 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ ചേർന്ന് 2 വർഷം മുടങ്ങാതെ അംശാദായം അടച്ചിട്ടുള്ള 25 മുതൽ 55 വയസ്സിന് ഇടയിൽ പ്രായമുള്ള മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത ലോൺ ലഭിക്കും. 10 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 0495 29 66 577 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 91 88 230 577 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 28 ദേശീയപാത ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 1 മുതൽ പണം സ്വീകരിക്കില്ല. ഒന്നെങ്കിൽ വാഹനത്തിൽ ഫാസ്ടാഗ് ഉണ്ടായിരിക്കണം, ഇല്ല എങ്കിൽ മൊബൈൽ ഫോണിൽ UPI പേയ്മെന്റ് നടത്താനുള്ള സംവിധാനം വേണം. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരെ.